500 വർഷം കഴിഞ്ഞിട്ടും മരിക്കാത്ത രാജ്ഞി. 1555 ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ ലോകം ശ്രമിച്ച ഒരു സ്ത്രീയുണ്ടായിരുന്നു. കടലുകൾ ഭരിച്ചിരുന്നത് പോർച്ചുഗീസ് സാമ്രാജ്യമായിരുന്നു. അവർ സൈന്യങ്ങളെ തകർത്തെറിഞ്ഞു, വൻകരകളെ കോളനികളാക്കി. അവരെ തോൽപ്പിക്കാനാവില്ലെന്നായിരുന്നു ലോകം കരുതിയിരുന്നത്, അവളുമായി ഏറ്റുമുട്ടുന്നതുവരെ. ചരിത്രത്തിൽ 40 വർഷത്തോളം പോർച്ചുഗീസ് അധിനിവേശത്തെ തടുത്തു നിർത്തിയ ഒരേ ഒരു ഭരണാധികാരിയുടെ കഥയാണിത്. നമസ്കാരം, കണ്ണാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അതൊരു രാജാവായിരുന്നില്ല, ചക്രവർത്തിയായിരുന്നില്ല, അതൊരു രാജ്ഞിയായിരുന്നു. 1500കളുടെ മധ്യം ലോകത്തെ വൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. അവർ ഗോവ കീഴടക്കി, വ്യാപാര പാതകൾ നിയന്ത്രിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നാവികസേന അവർക്കുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ ഉള്ളാൾ എന്ന ചെറിയ തീരദേശ ഗ്രാമത്തിൽ പതിഞ്ഞു. അവരുടെ ആവശ്യം ലളിതമായിരുന്നു: കപ്പം നൽകുക, തലകുണിക്കുക, അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുക. ഉള്ളാളിലെ ഭരണാധികാരി ഒരു യുദ്ധപ്രഭു ആയിരുന്നില്ല, നരച്ച മുടിയുള്ള ജനറൽ ആയിരുന്നില്ല. അബ്ബക്ക ചൗട്ട എന്ന 30 വയസ്സുകാരിയായിരുന്നു അത്. തീപ്പൊരി പോലെയുള്ളവൾ, തകർക്കാൻ കഴിയാത്തവൾ. എന്തായിരുന്നു അവരുടെ മറുപടി? കടലിനും ദൈവങ്ങൾക്കുമല്ലാതെ മറ്റാർക്കും ഞാൻ കപ്പം നൽകില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ചെറിയ തീരദേശ രാജ്യം, കുറച്ചായിരം ജനങ്ങൾ മാത്രം. എതിരെ നിൽക്കുന്നത് ലോകത്തിന്റെ പകുതിയും കീഴടക്കിയ സാമ്രാജ്യശക്തി. മിക്ക ഭരണാധികാരികളും കീഴടങ്ങി കപ്പം നൽകി ജീവൻ രക്ഷിച്ചു. എന്നാൽ അബ്ബക്ക തിരഞ്ഞെടുത്തത് യുദ്ധമാണ്. ഭയമില്ലായ്മയല്ല, ധൈര്യം. ചുറ്റുമുള്ള എല്ലാവരും കീഴടങ്ങാൻ പറയുമ്പോഴും ഉറച്ചു നിൽക്കുന്നതാണ് യഥാർത്ഥ ധൈര്യം. പോർച്ചുഗീസുകാർക്ക് കലിയിളകി. ഒരിക്കലും തോൽവി അറിയാത്ത അഡ്മിറൽ ഡോം ആൽവാരോ ഡാ സിൽവീരിയയെ അവരയച്ചു. ആഫ്രിക്ക മുതൽ ഏഷ്യ വരെ ചെറുത്തുനിൽപ്പുകളെ തകർത്ത കമാൻഡർ. ഉള്ളാളിനെ ചാമ്പലാക്കുക എന്നതായിരുന്നു അയാളുടെ കൽപ്പന. എന്നാൽ അബ്ബക്ക അസാധാരണമായ ഒന്ന് ചെയ്തു. പ്രതിരോധിക്കാൻ മാത്രമല്ല, പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും അവർ തയ്യാറെടുത്തു. ഹിന്ദു, മുസ്ലിം, ജൈന മതസ്ഥരായ തന്റെ ജനങ്ങളെ ഒരൊറ്റ സൈന്യമായി അവർ ഒന്നിപ്പിച്ചു. തീ അമ്പുകൾ എയ്യുന്ന വില്ലാളികളുടെ ഒരു പ്രത്യേക സംഘത്തെ അവർ പരിശീലിപ്പിച്ചു: അഗ്നിവാണ. പോർച്ചുഗീസുകാരത് പ്രതീക്ഷിച്ചിരുന്നില്ല. പാതിരാത്രിയിൽ കപ്പലുകൾ സുരക്ഷിതമാണെന്ന് കരുതി അവർ കിടക്കുമ്പോൾ അബ്ബക്ക ആഞ്ഞടിച്ചു. ആകാശത്തുനിന്ന് 100 കണക്കിന് തീക്കണങ്ങൾ മഴ പോലെ പെയ്തിറങ്ങി. സാമ്രാജ്യത്തിന്റെ അഹങ്കാരമായിരുന്ന ആ കപ്പൽപ്പട കത്തുന്ന നരകമായി മാറി. തോൽവി അറിയാത്ത അഡ്മിറൽ ഡോം ആൽവാരോ ഡാ സിൽവീരിയയ്ക്ക് നാണം കെട്ട് പിന്തിരിയേണ്ടി വന്നു. അബ്ബക്ക വിജയിച്ചു. നിങ്ങൾ വലിപ്പത്തിൽ ചെറുതാകുമ്പോൾ ബുദ്ധിയിൽ വലുതായിരിക്കണം. എണ്ണത്തിൽ കുറവാകുമ്പോൾ മനക്കരുത്തിൽ മുന്നിലായിരിക്കണം. വിഭവങ്ങളേക്കാൾ വലുതാണ് കണ്ടുപിടുത്തങ്ങൾ. വിഭാഗീയതയെ ഐക്യം കൊണ്ട് തോൽപ്പിക്കാം. പക്ഷെ പോർച്ചുഗീസുകാർ, അവർ തിരിച്ചു വരുമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. പോർച്ചുഗീസുകാർ മുറിവുണർത്തി തിരിച്ചുവന്നു. ഇത്തവണ കപ്പൽപ്പടയുമായി അല്ല അവർ വന്നത്, വലിയൊരു കരസേനയുമായാണ് അവർ വന്നത്. ജനറൽ ജോവാവു പേഷോട്ടോ ഉള്ളാൾ പിടിച്ചെടുത്തു, കൊട്ടാരം കൈക്കലാക്കി. അവളുടെ രാജ്യത്തിനുമേൽ പോർച്ചുഗീസ് പതാക ഉയർത്തി. എല്ലാം അവസാനിച്ചുവെന്ന് തോന്നി. അബ്ബക്കയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടു: നഗരം, കൊട്ടാരം, സിംഹാസനം. മിക്ക ഭരണാധികാരികളും ഓടിപ്പോകുമായിരുന്നു, അല്ലെങ്കിൽ കീഴടങ്ങുമായിരുന്നു. എന്നാൽ അബ്ബക്ക ചൗട്ട അങ്ങനെയുള്ളവളായിരുന്നില്ല. രാത്രിയാകാൻ അവർ കാത്തിരുന്നു. 200ഓളം വിശ്വസ്തരായ പോരാളികളെ കൂട്ടി അവർ അചിന്തനീയമായ ഒന്ന് ചെയ്തു. ശത്രുക്കൾ പിടിച്ചടക്കിയ സ്വന്തം നഗരത്തിലേക്ക് അവർ രഹസ്യമായി നുഴഞ്ഞുകയറി. അതൊരു ആത്മഹത്യാപരമായ ദൗത്യമായിരുന്നു. ആയിരങ്ങൾക്കെതിരെ വെറും 200 പേർ. പിടിക്കപ്പെട്ടാൽ വധിക്കപ്പെടും, ക്രൂരമായി പീഡിപ്പിക്കപ്പെടും. പക്ഷെ അബ്ബക്ക മടിച്ചില്ല. കൊട്ടാരത്തിനുള്ളിൽ വെച്ച് അവർ അപ്രതീക്ഷിതമായ ആക്രമണം അഴിച്ചുവിട്ടു. ഉള്ളാൾ കീഴടക്കിയ ജനറൽ ജോവാവു പേഷോട്ടോ ഉറക്കത്തിൽ തന്നെ വധിക്കപ്പെട്ടു. 70 പോർച്ചുഗീസ് സൈനികർ പിടിക്കപ്പെട്ടു. ബാക്കിയുള്ളവരോ? ഭയം നരണ്ട കുട്ടികൾ പോലെ അവർ കപ്പലുകളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഒരു സാമ്രാജ്യവുമായാണ് അവർ വന്നത്, പക്ഷെ ജീവൻ കൊണ്ട് അവർക്ക് ഓടേണ്ടി വന്നു. നഗരം തിരിച്ചുപിടിച്ചു മുന്നേറുമ്പോൾ അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞതായി ഐതിഹ്യങ്ങൾ പറയുന്നു: മാതൃഭൂമിയെ രക്ഷിക്കുക,
കരയിലും കടലിലും അവരോട് പോരാടുക, അവരെ കടലിലേക്ക് തിരിച്ചോടിക്കുക. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. രാജ്യം നഷ്ടപ്പെട്ടു, സിംഹാസനം നഷ്ടപ്പെട്ടു, പക്ഷെ പോരാടാനുള്ള മനസ്സവർക്ക് നഷ്ടപ്പെട്ടില്ല. നിങ്ങൾ സമ്മതിക്കുന്നതുവരെ തോൽവി പൂർണ്ണമാകുന്നില്ല. വീടും പദവിയും ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ ശ്വാസമുള്ളതിടത്തോളം കാലം നിങ്ങളിൽ പോരാട്ടവീര്യം അവശേഷിക്കുന്നുണ്ട്. റാണി അബ്ബക്ക 40 വർഷത്തോളം പോർച്ചുഗീസുകാർക്കെതിരെ പോരാടി. ഒരു തലമുറയെ മുഴുവൻ തടുത്തു നിർത്തിയ ഒരേയൊരു ഇന്ത്യൻ ഭരണാധികാരി. എന്നാൽ സാമ്രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്നത് സൈന്യത്തെക്കൊണ്ട് മാത്രമല്ല, വഞ്ചന കൊണ്ടുമാണ്. പീരങ്കികൾക്കോ സാങ്കേതിക വിദ്യയ്ക്കോ അവളെ തോൽപ്പിക്കാനാവില്ല. സ്വന്തം ഭർത്താവിന്റെ വഞ്ചനയാണ് അവളെ വീഴ്ത്തിയത്. അയാളുടെ സഹായത്തോടെ പോർച്ചുഗീസുകാർ അവളെ പിടികൂടി. അവരവളെ ജയിലിൽ അടച്ചു, ക്രൂരമായി പീഡിപ്പിച്ചു, അവളുടെ മനസ്സ് തകർക്കാൻ ശ്രമിച്ചു. പക്ഷേ ഉള്ളാളിലെ നിർഭയയായ റാണി അബ്ബക്ക ചൗട്ട ജീവിച്ചതുപോലെ തന്നെ മരിച്ചു. തലകുനിയാതെ, തളരാതെ, ചങ്ങലകൾക്കിടയിലും സ്വതന്ത്രയായി. ലോകം അവളെ മറന്നു. ചരിത്രപുസ്തകങ്ങൾ അവളെ പരാമർശിച്ചില്ല. കൊട്ടാരങ്ങൾ ഭരിച്ച രാജ്ഞിമാർ ഓർമ്മിക്കപ്പെട്ടപ്പോൾ ഒരു സാമ്രാജ്യത്തെ വിറപ്പിച്ച റാണി മായ്ച്ചു കളയപ്പെട്ടു. എന്നാൽ പൂർണ്ണമായുമല്ല. തുളുനാടിന്റെ നാടൻ പാട്ടുകളിലും ഭൂതകോലങ്ങളിലും മുത്തശ്ശി കഥകളിലും ഇന്നും അവൾ ജീവിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഈ കഥയ്ക്ക് എന്താണ് പ്രാസദ്യം? കാരണം നിങ്ങളും നിങ്ങളുടേതായ പോർച്ചുഗീസ് സാമ്രാജ്യങ്ങളെ നേരിടുന്നുണ്ടാകാം. മാറ്റാൻ കഴിയാത്തത്ര വലിയ വ്യവസ്ഥിതികളോ വലിയ എതിരാളികളോ അസാധ്യമെന്ന് തോന്നുന്ന വെല്ലുവിളികളോ ആകാം. അബ്ബക്ക നൽകുന്ന സന്ദേശം വ്യക്തമാണ്. വലിപ്പമല്ല വിധിയെ നിർണയിക്കുന്നത്, കയ്യിലുള്ള വിഭവങ്ങളല്ല വിജയത്തെ തീരുമാനിക്കുന്നത്, സാഹചര്യങ്ങളല്ല നിങ്ങളുടെ ധൈര്യത്തെ അളക്കുന്നത്. പിന്നെ എന്താണ്? കീഴടങ്ങാൻ തയ്യാറല്ലാത്ത നിങ്ങളുടെ മനസ്സ്. അബ്ബക്കയ്ക്ക് പിന്നിൽ വലിയ സാമ്രാജ്യങ്ങളൊന്നുമുണ്ടായിരുന്നില്ല. 200 വിശ്വസ്തരും നെഞ്ചിലെ തീയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും 40 വർഷം അവരൊരു സാമ്രാജ്യത്തെ തടുത്തു നിർത്തി. അപ്പോൾ നിങ്ങളുടെ വെല്ലുവിളികളെ നിങ്ങൾക്കെങ്ങനെ നേരിടാൻ കഴിയും? ഓർമ്മിക്കുക, ചരിത്രം നമ്മോട് പറയുന്നത് വലിയവർ ജയിക്കുമെന്നല്ല, മറിച്ച് വിട്ടുകൊടുക്കാത്തവർ ജയിക്കുമെന്നാണ്. അബ്ബക്കയെപ്പോലെ തളരാത്ത മനസ്സുണ്ടെങ്കിൽ ഏത് വൻ സാമ്രാജ്യത്തെയും നിങ്ങൾക്ക് മുട്ടുകുത്തിക്കാം. ആയുധങ്ങളുടെ മൂർച്ചയല്ല, മനസ്സിന്റെ മൂർച്ചയാണ് ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത്. ഒരു സാമ്രാജ്യത്തെ വിറപ്പിക്കാൻ ഒരു തീപ്പൊരി മാത്രം മതി. ആ തീപ്പൊരിയാകുക. എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്ന നിമിഷത്തിലാണ് യഥാർത്ഥ പോരാട്ടം തുടങ്ങുന്നത്. അവിടെ തോറ്റുകൊടുക്കാത്തിടത്തോളം കാലം നിങ്ങളൊരു വിജയി തന്നെയാണ്. തളരാതെയിരിക്കുക.